नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 78. ബല്വാല മോക്ഷവും ഭഗവാൻ ബലരാമന്റെ തീർത്ഥാടനവും. പേജ് നമ്പർ 762. മുനമ്പിൻ്റെ അറ്റത്ത് കന്യാകുമാരി എന്നറിയപ്പെടുന്ന ദുർഗാദേവിയുടെ ഒരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രവും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സന്ദർശിച്ചിട്ടുള്ളതാണ്. അതിനാൽ ലക്ഷക്കണക്കിന് വർഷം മുമ്പ് ഈ ക്ഷേത്രം നിലവിലുണ്ടായിരുന്നു എന്നു മനസ്സിലാക്കണം. അവിടെ നിന്നും ഭഗവാൻ ബലരാമൻ തീർത്ഥാടന നഗരമായ ഫൽഗുന തീർത്ഥത്തിലെത്തി. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ തീരത്താണ് ഈ നഗരം. വിഷ്ണുവിൻ്റെ അനന്തരൂപത്തിലുള്ള അവതാരമാണ് ഇവിടത്തെ പ്രതിഷ്ഠയെന്നതാണ് ഫാൽഗുന തീർത്ഥത്തിൻ്റെ പ്രസിദ്ധി. അവിടെ നിന്ന് അദ്ദേഹം പഞ്ചാബ് സരസ എന്ന തീർത്ഥാടന കേന്ദ്രത്തിലെത്തി. നിയാമക തത്വങ്ങളനുസരിച്ച് ഇവിടെയും സ്നാനം നടത്തി മറ്റു ചടങ്ങുകൾ അനുഷ്ഠിച്ചു. ഈ സ്ഥലവും ഒരു വിഷ്ണു ക്ഷേത്രം കൊണ്ടു പ്രസിദ്ധമാണ്. അതിനാൽ ഭഗവാൻ ബലരാമൻ ഇവിടത്തെ ബ്രാഹ്മണ പുരോഹിതന്മാർക്കു 10,000 പശുക്കളെ ദാനം ചെയ്തു. കന്യാകുമാരിയിൽ നിന്നു ഭഗവാൻ ബലരാമൻ തിരിഞ്ഞതു കേരളത്തിലേക്കാണ്. കേരളം എന്ന ദേശം ഇന്നും തെക്കേ ഇന്ത്യയിൽ നിലവിലുണ്ട്. കേരള സന്ദർശനത്തിനു ശേഷം അദ്ദേഹം ഗോകർണ തീർത്ഥത്തിലെത്തി. ഇവിടെ ശിവനെയാണ് പൂജിക്കുന്നത്. പൂർണ്ണമായും വെള്ളത്താൽ ചുറ്റപ്പെട്ട ആര്യാദേവി ക്ഷേത്രത്തിലേക്കാണ് അദ്ദേഹം പിന്നീട് പോയത്. ആ ദ്വീപിൽ നിന്ന് അദ്ദേഹം ശൂർപാരകം എന്ന സ്ഥലത്തെത്തി. തുടർന്ന് താപി, പയോഷ്ണി, നിർവിന്ധ്യ എന്നീ നദികളിൽ സ്നാനം ചെയ്ത ശേഷം ദണ്ഡകാരണ്യം എന്ന വനപ്രദേശത്ത് എത്തിച്ചേർന്നു. വനവാസകാലത്ത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ താമസിച്ചിരുന്ന അതേ ദണ്ഡകാരണ്യമാണിത്. പിന്നീട് ഭഗവാൻ ബലരാമൻ നർമ്മദാ നദിയുടെ തീരത്തേക്ക് പോയി. മധ്യഭാരതത്തിലെ ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. ഈ പുണ്യനദിയുടെ തീരത്തു മഹിഷ്മതീപുരി എന്നു പേരായ ഒരു പുണ്യസ്ഥലമുണ്ട്. നിയാമക തത്വങ്ങളനുസരിച്ചു ഇവിടെ തീർത്ഥമാടിയ ശേഷം അദ്ദേഹം യാത്രയാരംഭിച്ചു. പുണ്യസ്ഥലമായ പ്രഭാസ തീർത്ഥമാടിയ ശേഷം അദ്ദേഹം യാത്രയാരംഭിച്ച സ്ഥലമായ പ്രഭാസ തീർത്ഥത്തിലേക്കു മടങ്ങുകയും ചെയ്തു. കുരുക്ഷേത്ര യുദ്ധത്തിൽ മിക്ക ക്ഷത്രിയന്മാരും വധിക്കപ്പെട്ടു എന്നു പ്രഭാസ തീർത്ഥത്തിൽ മടങ്ങിയെത്തിയപ്പോൾ
ബ്രാഹ്മണരിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഭൂഭാരം കുറഞ്ഞതിൽ ബലരാമന് ആശ്വാസം തോന്നി. ദുർമോഹികളായ ക്ഷത്രിയർ സൃഷ്ടിച്ച സൈനിക ശക്തിയുടെ ഭാരം കുറയ്ക്കാനാണല്ലോ ഭഗവാൻ കൃഷ്ണനും ബലരാമനും ഭൂമിയിൽ അവതരിച്ചത്. ഇതാണു ഭൗതിക ജീവിതത്തിൻ്റെ രീതി. ജീവിതത്തിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ കൊണ്ടു തൃപ്തി വരാതെ ആളുകൾ കൂടുതൽ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. അവരുടെ നിയമവിരുദ്ധമായ ആഗ്രഹങ്ങൾക്കു പ്രകൃതി നിയമങ്ങളോ ദൈവനീതിയോ വിലങ്ങുതടിയാവുന്നു. ദുർഭിക്ഷം, യുദ്ധം, മഹാമാരി തുടങ്ങിയ കൊടിയ വിപത്തുകളുടെ രൂപത്തിൽ മിക്ക ക്ഷത്രിയ രാജാക്കന്മാരും വധിക്കപ്പെട്ടെങ്കിലും കുരുക്കൾ അപ്പോഴും യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയാണെന്നും ഭഗവാൻ ബലരാമൻ അറിഞ്ഞു. അതിനാൽ ഭീമസേനനും ദുര്യോധനനും ദ്വന്ദ്വയുദ്ധത്തിലേർപ്പെട്ടിരുന്ന അതേ ദിവസം അദ്ദേഹം യുദ്ധരംഗത്തേക്ക് മടങ്ങി. അഭ്യുദയകാംക്ഷി എന്ന നിലയിൽ അവരെ തടയാൻ ഭഗവാൻ ബലരാമൻ ആഗ്രഹിച്ചു. പക്ഷേ അവർ നിർത്തിയില്ല. ഭഗവാൻ ബലരാമൻ രംഗത്തെത്തിയപ്പോൾ രാജാ യുധിഷ്ഠിരനും സഹോദരന്മാരായ നകുലൻ, സഹദേവൻ, അർജുനൻ എന്നിവരും ഭഗവാൻ കൃഷ്ണനും അദ്ദേഹത്തിനു സാദര പ്രണാമങ്ങൾ അർപ്പിച്ചു. എന്നാൽ അവരാരും ഒരക്ഷരം പോലും മിണ്ടിയില്ല. ഭഗവാൻ ബലരാമനിൽ നിന്നാണു ദുര്യോധനൻ ഗദായുദ്ധം അഭ്യസിച്ചത്. ദുര്യോധനനോടു ഭഗവാൻ ബലരാമന് വാത്സല്യവുമായിരുന്നു. ഇക്കാരണത്താലാണ് അവർ അദ്ദേഹത്തോട് ഒന്നും പറയാത്തത്. അങ്ങനെയിരിക്കെ യുദ്ധം നടക്കുമ്പോൾ ദുര്യോധനന് അനുകൂലമായി എന്തെങ്കിലും ബലരാമൻ സംസാരിച്ചേക്കുമെന്ന് രാജാ യുധിഷ്ഠിരനും മറ്റുള്ളവരും കരുതി. അതുകൊണ്ട് അവർ മൗനം പാലിച്ചു. ദുര്യോധനനും ഭീമസേനനും ഗദായുദ്ധത്തിൽ അത്യാവേശം കൊണ്ടിരുന്നു. ഒരു വലിയ പ്രേക്ഷക സംഘത്തിൻ്റെ മധ്യത്തിൽ ഇരുവരും പരസ്പരം പ്രഹരിക്കാൻ ചാതുര്യപൂർവം ശ്രമം നടത്തുകയായിരുന്നു. ആ ശ്രമത്തിൽ അവർ നൃത്തം ചെയ്യുന്നത് പോലെ തോന്നി. നൃത്തം ചെയ്യുന്നത് പോലെയാണ് തോന്നിയതെങ്കിലും ഇരുവരും അത്യന്തം കോപിഷ്ഠരായിരുന്നു എന്നു വ്യക്തം. ഹരേ കൃഷ്ണ.